أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1159 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിലെ 14-15 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم صدق الله العلي العظيم. സൂറത്ത് നൂറിലെ 14-15 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട അപവാദം, അത് സംബന്ധമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്ന സൂറത്ത് നൂറിലെ 11-ാമത്തെ ആയത്ത് മുതൽ പ്രതിപാദിക്കപ്പെടുന്നത്. നിങ്ങളിൽ തന്നെ പെട്ട ഒരു സംഘം ആണ് വ്യാജമായ ആ വാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായത്, ആ അപവാദം പ്രചരിപ്പിക്കുകയുണ്ടായത്. അത് നിങ്ങൾക്ക് ദ്രോഹകരമായി പോയി എന്ന് നിങ്ങൾ കരുതണ്ട. അത് നിങ്ങൾക്ക് ഗുണകരമാണ്, പ്രയോജനകരമാണ്. ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഓരോരുത്തരും എത്രത്തോളമാണോ അവരതിൽ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നത് അത്രത്തോളം അതിന്റെ പാപം പേറുന്നവരാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആള് തീർച്ചയായിട്ടും വളരെ ഭയങ്കരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നതാണ്. നിങ്ങൾ ആ സംസാരം കേട്ട ഘട്ടത്തിൽ തന്നെ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും തങ്ങളെക്കുറിച്ച് തന്നെ സദ്വിചാരം വെച്ചു പുലർത്താതിരുന്നത്, എന്നിട്ട് ആ നിലക്ക് പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത് വളരെ പച്ചയായിട്ട് തന്നെ, വളരെ വ്യക്തമായിട്ടും തന്നെ വ്യാജമായി ചമച്ചുണ്ടാക്കിയ ഒരു കള്ളാരോപണമാണ് എന്ന് അവര് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അല്ലാഹു ഈ സൂറത്ത്, ഈ ആയത്തുകളുടെ തുടക്കത്തിൽ പറയുന്നു. ഈ വ്യഭിചാരാരോപണം നടത്തിയ ആളുകൾ എന്തുകൊണ്ട് 4 സാക്ഷികളെ ഹാജരാക്കുകയുണ്ടായില്ല? സാക്ഷികളെ ഹാജരാക്കാതെ കണ്ട് അവരുന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം അത് അള്ളാഹുവിന്റെ അടുക്കല് അവരെ കള്ളവാദികളാക്കി മാറ്റുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അത് കാരണമായിട്ട് അവര് കളവ് പറയുന്നവർ ആയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് പറയപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച 2 ആയത്തുകൾ വരുന്നത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു.
ഈ സൂറത്തിൽ പലയിടങ്ങളിലായിട്ട് ആവർത്തിച്ചു വരുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളുമാണത്. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ ദുനിയാവൽ ആഖിറ, ഈ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ ലമസ്സക്കും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അദീം, നിങ്ങളിപ്പോ ഏർപ്പെട്ടിരിക്കുന്ന ഈ വിഷയത്തില് ആ വിഷയം കാരണമായി നിങ്ങൾ അതിഭീകരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും നിങ്ങളുടെ മേലുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോ ഏർപ്പെട്ടിട്ടുള്ള ഈ വിഷയം ഉണ്ടല്ലോ, ആ വിഷയകമായിട്ട് നിങ്ങള് അതികഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരാതിരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം അള്ളാഹു അവന്റെ ഫضലും റഹ്മത്തും നിങ്ങളോട് കാണിക്കുന്നു എന്നത് മാത്രമാണ്. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ ഫضലും നിഅമത്തും നിങ്ങളുടെ മേലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ദുനിയാവിലും ആഖിറത്തിലും രണ്ട് ലോകങ്ങളിലും ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അള്ളാഹു നിങ്ങളോട് ഫضലും റഹ്മത്തും കാണിക്കുന്നവനായിരുന്നില്ല എങ്കിൽ നിങ്ങളെ ലമസ്സക്കും ഫീമ അഫൽതും ഫീഹി, നിങ്ങളിപ്പോ ഏർപ്പെട്ടിരിക്കുന്ന ഈ കാര്യത്തിൽ നിങ്ങളെ പിടികൂടുമായിരുന്നു, സ്പർശിക്കുമായിരുന്നു. അദാബുൻ അളീം, അതിഭയങ്കരമായ ശിക്ഷ. അപ്പൊ നിങ്ങളെ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും അതിഭയങ്കരമായ ശിക്ഷ പിടികൂടാൻ കാരണമാകുന്ന അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫضല് കൊണ്ടും മാത്രമാണ് അത് നിങ്ങൾക്കൊരു തീരാ ശാപമാവാതെ മാറിയിട്ടുള്ളത് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി കളയുകയും ഭദ്രമായ കെട്ടുറപ്പോടുകൂടിയുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ നിലനിൽപ്പ് ഒരിക്കലും തന്നെ അങ്ങനെ ഭദ്രമായ അടിത്തറയിലായിരുന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ കാരണമാകുന്ന വിധത്തില് അതിന് വേരോട്ടം നേടാനോ വളർച്ച പ്രാപിക്കുവാനോ കഴിയുമായിരുന്നില്ല. എന്നാൽ ആ ഘട്ടത്തിൽ, ആ ശൈശവാവസ്ഥയിൽ ഇസ്ലാമിക സമൂഹത്തിന് അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും നിരന്തരം കിട്ടിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിന്റെ ഭദ്രത തകരാതെ, അതിന്റെ അടിത്തറ ഇളകാതെ അവർക്ക് ഒത്തൊരുമയോടുകൂടി ശക്തമായ ഒരു കൂട്ടായ്മ എന്ന നിലക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഭൗതിക ലോകത്തെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പാരത്രിക ലോകത്ത് ഈ ഒരു പരീക്ഷണം കാരണമായി അതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചയുടെ പേരിൽ അതികഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരായി മാറുമായിരുന്നു നിങ്ങളൊക്കെ. അതില്ലാതിരുന്നത് അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും അള്ളാഹു നിങ്ങളുടെ മേൽ ചൊരിഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വ്യഭിചാരോപണം അവരൊറ്റ സംഗതി മതി മദീനയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറ ഇളകി ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ ചരിത്രത്തിൽ വലിയ വേരോട്ടം നേടാൻ സാധിച്ച ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഉയരാൻ കഴിയാതെ കാറ്റിലെ ധൂളികളെ പോലെ പാറിപ്പറന്നു പോകുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹം മാറാൻ ആ ഒരൊറ്റ സംഭവം മതിയാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഐഹിക ലോകത്ത് ഒരു ഭദ്രമായ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു സമൂഹം എന്നുള്ള നിലക്കുള്ള ഒരു വളർച്ച പ്രാപിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും തന്നെ സാധിക്കുമായിരുന്നില്ല. ഈ ഒരു വ്യഭിചാര ആരോപണം കാരണമായിട്ട്, അതുണ്ടാക്കുന്ന ഛിദ്രത കാരണമായിട്ട്, അതുണ്ടാക്കുന്ന ശൈഥില്യം കാരണമായിട്ട് പിന്നെ ആ സമൂഹത്തിന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തകർച്ചയായിരിക്കും ഉണ്ടാവുക.
പാരത്രിക ലോകത്ത് അതാണല്ലോ സത്യവിശ്വാസികൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യം. അവരുടെ പ്രതീക്ഷകളുടെ പൂവണിയലിന് പകരം അവർക്ക് പാരത്രിക ലോകത്ത് ഏറ്റുവാങ്ങാനുണ്ടാവുക അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയുമായിരിക്കും അതിന്റെ ഫലമായിട്ട്. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടു നിലക്കും അതിഭീകരമായ ഒരു ദുരന്തമായിട്ട് അത് മാറുമായിരുന്നു. അത് മാറാതിരുന്നത് അള്ളാഹു അവന്റെ അത്യുദാരമായ നിലപാടും അവന്റെ കാരുണ്യവും സത്യവിശ്വാസികളുടെ മേൽ നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരുന്നതാണ്. സമയോചിതമായ ദൈവികമായ ഇടപെടലുകളും നടപടിക്രമങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതൊരു വലിയ ദുരന്തമായി മാറാതെ നിങ്ങൾ സുരക്ഷിതരായി നിലകൊള്ളുന്ന അവസ്ഥ സംജാതമായത് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. വലൗല ഫദലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ ഫദലും റഹ്മത്തും നിങ്ങളുടെ മേലുണ്ടായിരുന്നില്ലെങ്കിൽ ഫിദ്ദുനിയ വൽ ആഖിറ, ഈ രണ്ട് കാര്യങ്ങളും ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും നിങ്ങൾക്കായിട്ട് അവൻ ചൊരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ലമസ്സക്കും, നിങ്ങളെ സ്പർശിക്കുമായിരുന്നു, നിങ്ങളെ പിടികൂടുമായിരുന്നു. ഫീമാ അഫൽത്തും ഫീഹി, നിങ്ങൾ ഏതൊരു വിഷയത്തിലായിരുന്നോ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഏതൊരു വിഷയത്തിലേക്കാണോ കടന്നിട്ടുണ്ടായിരുന്നത് ആ കാര്യത്തിൽ അതില് അദാബുൻ അലീം, അതിഭയങ്കരമായ ശിക്ഷ നിങ്ങളെ സ്പർശിക്കുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് തലഖൗനഹു ബി അൽസിനതികും വതഖൂലൂന ബി അഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽം. നിങ്ങളെല്ലാവരും തന്നെ ആ ഘട്ടത്തില് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഘട്ടത്തിൽ, ആ സന്ദർഭത്തില് നിങ്ങൾ എത്ര വലിയ തെറ്റാണ്, എത്ര വലിയ പാതകമാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ അപവാദം നാക്കിൽ നിന്ന് നാക്കിലേക്കായിട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാളുടെ നാവിൽ നിന്ന് മറ്റൊരാളുടെ നാവിലേക്ക്, കാതിലേക്ക് പോലുമല്ല. കാരണം അപവാദങ്ങൾ അങ്ങനെയാണ്, ചിറക് വെച്ച് പറക്കാൻ തുടങ്ങും. അപ്പൊ ഒരാളുടെ നാവിൽ നിന്ന് അടുത്തയാളുടെ കാതുകളിലേക്ക് എത്തുന്നതിനേക്കാൾ വേഗതയിൽ അത് അടുത്തയാളുടെ നാവിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ വിധത്തിലാണ് വൈദ് തലഖൗനഹു ബി അൽസിനതികും, നിങ്ങളത് നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റു പറയാൻ തുടങ്ങിയപ്പോ വതഖൂലൂന ബി അഫ്വാഹികും, എന്നിട്ട് നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറയുകയായിരുന്നു മാ ലൈസ ലക്കും ബിഹി ഇൽം, നിങ്ങൾക്ക് ഒരു അറിവുമില്ലാത്തൊരു കാര്യം, നിങ്ങൾക്കൊരു അറിവുമില്ലാത്ത, നിങ്ങൾക്ക് ആർക്കും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ആരും കണ്ടിട്ടില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിലക്കുള്ള ബോധ്യപ്പെടുന്ന തെളിവുകൾ യാതൊന്നുമില്ല, ഊഹങ്ങളല്ലാത്ത യാതൊന്നും നിങ്ങൾക്ക് പിൻബലമായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ അവസ്ഥയിൽ നിങ്ങളുടെ നാവുകൾ ഏറ്റുപറയുകയായിരുന്നു, തൽഖീൻ ചെയ്യുകയായിരുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടത് അതേപടി നിങ്ങളുടെ നാവ് കൊണ്ട് അടുത്ത ആളുടെ അടുക്കിലേക്ക് എത്തിക്കുന്ന വിധത്തില് തഖൂലൂന ബി അഫ്വാഹിക്കും, എന്നിട്ട് നിങ്ങളുടെ നാക്ക് കൊണ്ട്, നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാ ലൈസ ലക്കും ബിഹി ഇൽം, നിങ്ങൾക്ക് ഒരു നിലക്കും അറിവുള്ളതല്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു നിലക്കും അറിവുള്ളതല്ലാത്ത, നിങ്ങൾക്ക് കൃത്യമായ ധാരണയില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ വായ കൊണ്ട് പറയുകയുമായിരുന്നു. ആ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അപരാധം എത്ര ഭീകരമാണ് ആയിരുന്നു എന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നത് ചോദ്യം. വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾ അത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ടാണ് കരുതിയത്. വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങളുടെ നിലപാട് അതായിരുന്നല്ലോ. വതഹ്സബൂനഹു ഹയ്യിന, വളരെ സില്ലിയായ ഒരു കാര്യമാണത് എന്ന നിലക്ക് നിങ്ങളുടെ നാവുകൾ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങളെ വായ കൊണ്ട് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. എത്ര ഗൗരവമുള്ള, എത്ര ഭീകരമായ ഒരു പാതകമായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നത് ആ ഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു.
വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾ അതിനെ വളരെ നിസ്സാരമായിട്ട് കാണുകയും ചെയ്തു. വഹുവ ഇൻദല്ലാഹി അദീം, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് അതിഭീകരമായ ഒരു വിഷയമാണ്. വഹുവ ഇൻദല്ലാഹി അദീം. അദീം എന്നത് വലിയ പെരുമ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പരാമർശിക്കാൻ വേണ്ടി, അതിന്റെ പെരുമ എടുത്തു കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പോ ഈ ഒരു പരാമർശം നടത്തിക്കൊണ്ടാണ് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത്. നിങ്ങളത് വളരെ നിസ്സാരമായിട്ട് കരുതി. ഈ അപവാദം നിങ്ങളുടെ നാവുകളിൽ നിന്ന് നാവുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. അതെത്ര വലിയ കൊടിയ പാതകമായിരുന്നു എന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനെ നിസ്സാരമായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ കണക്കിൽ, അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ അവ അതിഭീകരമായ കുറ്റങ്ങളായിരുന്നു, തെറ്റുകളായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വഹുവ ഇൻദല്ലാഹി അദീം, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ അതിഭയങ്കരമായ ഒരു പാതകം തന്നെയായിരുന്നു അത്. അപവാദ പ്രചരണം എന്നത് അത് ഉള്ളതാണെങ്കിൽ തന്നെ പറയാൻ പാടില്ലാത്തതാണ്. 4 സാക്ഷികളെ ഹാജരാക്കിക്കൊണ്ട് കുറ്റവിചാരണ നടത്തി തെളിയിച്ച് ശിക്ഷ നൽകുക എന്നൊരു സാധ്യതയ്ക്ക് വേണ്ടിയല്ലാതെ, സാക്ഷ്യം പറയുക എന്ന ഒരു രീതിയിലല്ലാതെ, അപവാദം ഉള്ളതാണെങ്കിൽ പോലും പറയുക എന്നത്, ഒരാളുടെ രഹസ്യമായ തെറ്റുകൾ വിളിച്ചു പറയുക എന്നത് അള്ളാഹു ശിക്ഷാർഹമായ വലിയ തെറ്റായിട്ടാണ്, വലിയ കുറ്റമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ഇഫ്കാണെങ്കിലോ, അത് വ്യാജം ചമച്ചതാണെങ്കിൽ അതിന്റെ ഗൗരവം അതിനേക്കാൾ കൂടുതലാണ്. പ്രയോഗത്തിൽ രണ്ടും ശിക്ഷ അർഹിക്കുന്നത് തന്നെയാണ്. ഉള്ളത് സാക്ഷ്യമില്ലാതെ പറഞ്ഞു നടക്കുന്നതും ഇല്ലാത്ത കാര്യം ചമച്ചുണ്ടാക്കി പറയുന്നതും ഒരേപോലെ ശിക്ഷാർഹമാണ്. അത് സൂക്ഷ്മമായി ചികഞ്ഞു മനസ്സിലാക്കിയിട്ട് പുറത്തു കൊണ്ടുവന്ന് ആകെ ചളയാക്കുക എന്നത് ഇസ്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല. അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ താല്പര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. സമൂഹത്തില് തിന്മ വ്യാപിക്കുന്നുണ്ട് എന്നൊരു ധാരണ പരക്കുന്നത് സമൂഹത്തിന്റെ ആരോഗ്യകരമായ പ്രയാണത്തിന് ഒരിക്കലും ഉപകരിക്കുന്ന കാര്യമല്ല. സമൂഹത്തിലെ വലിയ വലിയ ആളുകള് വരെ ഇത്തരം തിന്മകളിൽ വ്യാപൃതരാകുന്നു എന്ന് വരുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും പിന്നെ അത്തരം തിന്മകളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്താനായിട്ട് അവശേഷിക്കുന്നുണ്ടാവില്ല. പല കാരണങ്ങളാലാണ് ആളുകൾ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടാവുക. അതിന്റെ ഏറ്റവും ഉദാത്തമായ രൂപം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ട്, അള്ളാഹുവിനോട് തഖ്വയുള്ളത് കൊണ്ടായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന താല്പര്യത്തിലായിരിക്കും ആളുകൾ അതിന് അകന്നു നിൽക്കുന്നുണ്ടാവുക. മറ്റൊരു സംഗതി, സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകള് അവരെ കുറിച്ചുള്ള ഒരു പേടിയും ആദരവും ഒക്കെ കാരണമായിട്ടാവും അവരൊക്കെ അറിഞ്ഞാൽ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടാവും. മറ്റൊരു സംഗതി, സമൂഹത്തിലെ ആരെങ്കിലും തന്നെ അറിഞ്ഞ് തന്റെ വ്യക്തിത്വത്തിന് ക്ഷതമേൽക്കുക എന്നൊരു കാര്യം ഉണ്ടാവുന്നതിനെ കുറിച്ച് ഉള്ള ഭയമായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളാലും തിന്മകളിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കഠിനമായ ശിക്ഷ അതിന്റെ പേരിൽ ഭരണാധികാരികളിൽ നിന്നോ ന്യായാധിപരിൽ നിന്നോ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ഒരു ഭയവും ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സുമാണ് തിന്മകളിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തില് അത് രഹസ്യമായി നടന്നിട്ടുണ്ടാവാനിടയുള്ള തിന്മകള്, മ്ലേച്ഛവൃത്തികള്, അത് പരസ്യമാക്കുകയോ അതിന് പ്രചാരണം നൽകുകയോ
സമൂഹത്തിൽ അത് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യുന്നതിന് ഇസ്ലാം ഒരു നിലക്കും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ദോഷം ധാരാളം ഉണ്ട് താനും. സമൂഹത്തിൽ തിന്മയോടുള്ള ഒരു അകൽച്ചയും അതിനെ അകറ്റി നിർത്താനുള്ള ഒരു പ്രേരണയുമൊക്കെ അതുകൊണ്ടില്ലാതെയാവും. എല്ലാവരും തിന്മയുടെ ആളുകളാണ് എന്ന് വരുമ്പോൾ ആളുകൾക്ക് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു പ്രേരണ ശേഷി ഒക്കെ കുറഞ്ഞു വരും. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട്. എന്തായാലും അതിനപ്പുറത്തേക്ക് ദൈവികമായ യുക്തി പലതും അതിലടങ്ങിയിട്ടുണ്ടാവും. അള്ളാഹു അത് വിലക്കിയിരിക്കുകയാണ്. തിന്മ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 4 സാക്ഷികളെ ഹാജരാക്കിക്കൊണ്ട് ശിക്ഷാ നടപടിയിലേക്ക് പോവുക എന്നൊരു സാധ്യതയല്ലാതെ അതേക്കുറിച്ച് സമൂഹത്തിൽ പരസ്പരം പറഞ്ഞു നടക്കുക എന്നത്, എന്നിട്ട് അപവാദം അങ്ങനെ പ്രചരിക്കുക എന്നത് ഒരു കാരണവശാലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതികഠിനമായ പരസ്യമായ ശിക്ഷയാണ് അതിന് ഇസ്ലാം വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ അള്ളാഹു പ്രത്യേകം സൂചിപ്പിക്കുന്ന കാര്യം, അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും നിങ്ങളുടെ മേലുണ്ടായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഏർപ്പെട്ടിരുന്ന ഈ വിഷയത്തില് നിങ്ങളെ അതികഠിനമായ ശിക്ഷ പിടികൂടാതിരുന്നത് എന്നതാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഏറ്റുപറയുകയും നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആ ഘട്ടത്തില് എത്ര ഭീകരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കരുതിയത് അത് നിസ്സാരമായ സംഗതിയാണ് എന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് അതിഭയങ്കരമായ കുറ്റമാണ് എന്നാണ് അള്ളാഹുവോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇവിടെ നടന്നു വരുന്ന ചർച്ച ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തപ്പെട്ട വ്യഭിചാരാരോപണം, അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. അതിന്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ നമ്മൾ വായിക്കാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതലായി ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. 2-3 ചോദ്യങ്ങൾ എന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രതികരണങ്ങളോട് പ്രതികരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കാസിം അയച്ചതാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ അപവാദം പ്രചരിപ്പിച്ച ആളുകൾക്ക് 4 സാക്ഷികളെ ഹാജരാക്കിക്കൊണ്ട് അത് തെളിയിക്കാതിരുന്നതിന്റെ പേരിൽ ശിക്ഷ നൽകപ്പെടുകയുണ്ടായോ എന്നതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇക്കാര്യം നേരത്തെ ക്ലാസ്സിനിടയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സൂറത്തിന്റെ തുടക്കത്തില് അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക് ഉള്ള ശിക്ഷയായിട്ട് 80 അടിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 5 പേരാണ് പേരെടുത്ത് പറയപ്പെടുന്ന വിധത്തില് ഈ അപവാദ പ്രചാരണത്തില് പങ്കാളികളായിട്ടുണ്ടായിരുന്നത്. അതിന്റെ കഥ മെനഞ്ഞുണ്ടാക്കി മുഖ്യമായ പങ്ക് വഹിച്ച അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്ന കപടവിശ്വാസികളുടെ നേതാവും സെയ്ദ് ബിനു റിഫാ എന്ന പേരിലുള്ള ആ സംഘത്തിൽ തന്നെ പെട്ട മറ്റൊരാളും. ഇവർക്കാണ്, അബ്ദുല്ലാഹിബിൻ ഉബയ്യിനാണ് മുഖ്യ പങ്കുണ്ടായിരുന്നത്. വളരെ അടുത്ത വിധത്തിൽ തന്നെയുള്ള പങ്കുണ്ടായിരുന്ന ആളാണ് സെയ്ദ് ബിനു റിഫാ. എന്നാൽ ശേഷിക്കുന്ന 3 ആളുകള് അവര് ഈ അപവാദം പ്രചരിപ്പിക്കുന്നതില് അവരുടെ ബുദ്ധിശൂന്യത കാരണമായിട്ട് ചെന്ന് പെട്ടുപോയതാണ്. അവര് ഇന്റൻഷണൽ ആയിട്ട് ഒരു തിന്മ പ്രചരിപ്പിക്കുകയായിരുന്നില്ല. 3 പേര് മിസ്തഹ് ബിനു ഉസാസ, ഹസ്സാൻ ബിനു സാബിത്ത്, ഹംന ബിൻത്ത് ജഹ്ഷ്. 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ്. ഇതില് ഹസ്സാൻ ബിനു സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ്. അതുപോലെ മിസ്തഹും ബദർ യുദ്ധത്തിൽ വരെ പങ്കുകൊണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു അപവാദ പ്രചാരണത്തില് അതിന്റെ കണ്ണിയായി പോയി എന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച വലിയ വീഴ്ചയാണ്.
അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും കവിത എഴുതിയിരുന്ന അറേബ്യയിലെ കവികളെ ഉരുളക്ക് ഉപ്പേരി എന്ന നിലക്ക് മറുപടി കൊടുത്തുകൊണ്ട് കവിത എഴുതിയിരുന്ന ഷായിറുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹമാണ് മറ്റൊരു കഥാപാത്രം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സൈനബ് ബിൻത്ത് ജഹഷിന്റെ അനിയത്തി സഹോദരി കംന ബിൻത്ത് ജഹഷാണ് മൂന്നാമത്തെ ആള്. ഈ അവസാനം പറഞ്ഞ 3 പേർക്കും പരസ്യമായ ശിക്ഷ ഈ വിഷയത്തിൽ നടപ്പിലാക്കുകയുണ്ടായി എന്നാണ് ചരിത്ര സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത്. കപടവിശ്വാസികളുടെ മുൻനിരയിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബിന് ഉബയ്യും അതുപോലെ സെയ്ദ് ബിൻ റിഫായിയും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പാട്ടിന് വിട്ടേക്കുകയാണ് ചെയ്തത്. അവരുടെ കാര്യത്തില് പ്രത്യക്ഷത്തില് മദീനയിൽ അവര് അവസരം ഉണ്ടാവുമ്പോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനും പാര വെച്ചുകൊണ്ട് അവരെ ചതിയിലകപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടാണെങ്കിലും അവര് മുസ്ലിം സമൂഹത്തിന് പിന്തുണ നൽകിയ ആളുകളായിട്ടാണ് നിലക്കൊണ്ടിരുന്നത്. അത് കാരണമായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലക്കായിരിക്കണം അള്ളാഹുവിന്റെ മാർഗദർശന പ്രകാരം ഈ 2 ആളുകളെ തേടിപ്പിടിച്ച് അവരെ വിചാരണ ചെയ്ത് ശിക്ഷ കൊടുക്കുന്നതിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ നീങ്ങിയിട്ടില്ല. സത്യവിശ്വാസികളായ 3 പേർക്കാണ് ഈ ശിക്ഷ അള്ളാഹുവിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയിട്ടുണ്ടായിട്ടുള്ളത്. മറ്റു 2 ആളുകള് അവര് പല ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്ന ആളുകളുടെ ആ സംഘമാണ്. അവര് ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലോ അവരുടെ മേൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നതിന് പറ്റുന്ന വിധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിധേയത്വം നൽകിക്കൊണ്ട് കഴിയുന്നവരോ ആയിരുന്നില്ല എന്നതാണ് അവർക്ക് ശിക്ഷ നടപ്പിലാക്കാതിരിക്കുന്നതിനുള്ള കാരണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഈ ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. മറ്റൊരു ചോദ്യം ഇറ്റേണൽ എന്ന പേരിലുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ്. 4 ദൃക്സാക്ഷികളില്ലാത്ത കുറ്റങ്ങളല്ലേ? സാഹചര്യ തെളിവുകൾ പരിഗണിക്കാതിരിക്കുന്നത് അള്ളാഹു ഏതോ പക്ഷം പിടിച്ച് ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നില്ലേ എന്നാണ്. 4 സാക്ഷികളില്ലാത്ത കുറ്റങ്ങളല്ലേ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും കുറ്റങ്ങൾ ചെയ്തതാണെങ്കിൽ അത് കുറ്റം തന്നെയാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കുറ്റങ്ങൾ ചിലത് അള്ളാഹു വെളിപ്പെടുത്തും. പരസ്യമായിട്ട് എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്ന വിധത്തില് അതിന്റെ തെളിവുകൾ അവർക്കെതിരെ വീഴ്ച നിൽക്കുന്ന വിധത്തിലാക്കി അള്ളാഹ് അവരെ എക്സ്പോസ് ചെയ്യും. വേറെ ചിലരുടെ കാര്യത്തിൽ അവര് ചെയ്തിട്ടുള്ള തെറ്റുകൾ അള്ളാഹു മൂടിയിടും. ഇതിന്റെ അർത്ഥം ഇത് രണ്ടും തെറ്റാവുന്നില്ല, ഒന്ന് മാത്രമേ പരസ്യമാവുന്നത് മാത്രമേ തെറ്റാവുന്നുള്ളൂ എന്നല്ല. തെറ്റുകൾക്ക് കുറ്റങ്ങൾക്കുള്ള യഥാർത്ഥ ശിക്ഷ പാരത്രിക ലോകത്താണ് നൽകപ്പെടാനിരിക്കുന്നത്. പ്രതീകാത്മകമായ വളരെ ലളിതമായ ചെറിയൊരു ശിക്ഷ മാത്രമാണ് ഭൂമുഖത്തുനിന്ന് നൽകപ്പെടുന്നത്. അത് കൊലപാതകമായാലും വ്യഭിചാരവൃത്തിയായാലും വ്യഭിചാര ആരോപണമായാലും ഇത്തരം തെറ്റുകളൊക്കെയും തന്നെ ചിലത് ഭൂമുഖത്ത് വെച്ച് തന്നെ അവയ്ക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു. ചിലത് ആരും അറിയാതെ മൂടിയിട്ട വിധത്തിൽ കിടക്കുകയും ചെയ്യുന്നു. മൂടിയിട്ട വിധത്തിൽ കിടക്കുന്ന ശിക്ഷകളിൽ ചിലത് ബന്ധപ്പെട്ട വ്യക്തികള് മനസ്സുരുകി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്തു കൊടുക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് കഫിർ അന്നി സയ്യിആത്തി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കഫിർ എന്ന് പറഞ്ഞാൽ മൂടിയിടുക എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. തെറ്റ് പറ്റിപ്പോയത് എല്ലാവരും കാണുന്ന വിധത്തിൽ വെളിപ്പെടുത്താതെ
റബ്ബെ നീ എനിക്ക് വേണ്ടി അത് മൂടിയിട്ട് തരണേ. അതുപോലെ ആഖിറത്തില് നിന്റെ വിചാരണ നടക്കുമ്പോ എന്നെ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതനാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നത് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോ സംഭവിച്ചു പോയ തെറ്റുകള് പരസ്യമായിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് അത് പോയി പരസ്യമാക്കേണ്ടതില്ല. അതിന് അള്ളാഹു നിർദ്ദേശിക്കുന്നില്ല. ആരുടെയെങ്കിലും രഹസ്യമായി നടന്ന തെറ്റുകളെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവന്ന് പരസ്യമാക്കുക എന്നത് ഇസ്ലാം നമ്മളെ ചുമതലപ്പെടുത്തിയ കാര്യവുമല്ല. അള്ളാഹു ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗദർശനം നമുക്ക് നൽകുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. അതില് ശിക്ഷ ദുനിയാവിലും ഉണ്ടാവും, ആഖിറത്തിലും ഉണ്ടാവും. ചില കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുടെ ബാക്കി ജീവിതം പരിഗണിച്ചുകൊണ്ടോ അവരതില് കാണിക്കുന്ന മനസ്താപവും പശ്ചാത്താപവും ഒക്കെ പരിഗണിച്ചുകൊണ്ടോ അള്ളാഹു രണ്ട് ലോകത്തും അത് മൂടിയിട്ടു എന്ന് വരും. അതിന് അള്ളാഹു മഗ്ഫിറത്ത് നൽകി പുറത്തു കൊടുത്തു എന്ന് വരും. അത് അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. എന്തായാലും ഇത് വെളിപ്പെടുത്തുകയോ മൂടിവെക്കുകയോ ഒന്നും ചെയ്യുന്നത് നമ്മളല്ല. ഒരു കുറ്റകൃത്യവും അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുക എന്നൊരു കാര്യം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് ചില വ്യക്തികളോട് ചെയ്യപ്പെടുന്ന ദ്രോഹം, ഉദാഹരണത്തിന് റേപ്പ് പോലെയുള്ള സംഗതികളാണെങ്കിൽ കൃത്യമായിട്ടും അതിൽ വിചാരണ ഉണ്ടാവുകയും പരസ്യമായി ശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. എന്നാൽ വ്യഭിചാരവൃത്തി റേപ്പ് പോലെയല്ല. വ്യഭിചാരം എന്നത് രഹസ്യമായി പരസ്പര സമ്മതത്തോടു കൂടി നടക്കുന്ന ഒരു കൃത്യമാണ്. പിടിക്കപ്പെടുമ്പോ അത് റേപ്പായി മാറുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലുണ്ട്. പടിഞ്ഞാറൻ സംസ്കാരത്തിലും കാണാൻ കഴിയും. എന്നാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ റേപ്പും സിനയും രണ്ടും രണ്ടാണ്. സിനയിൽ ഏർപ്പെട്ട, വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെട്ട ആണിനും പെണ്ണിനും ഒരുപോലെ ശിക്ഷയുണ്ട്. എന്നാൽ ബലാത്സംഗത്തിന് ഇരയായ പെണ്ണ് അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയായ വ്യക്തി ഒരിക്കലും തന്നെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ കുറ്റവാളിയല്ല. ബലാത്സംഗം ചെയ്ത ആള് ശിക്ഷാർഹനാണ്. അയാളുടെ കാര്യത്തില് തെളിവെടുത്ത് കുറ്റം സ്ഥാപിതമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പരസ്യമായ ശിക്ഷ നൽകപ്പെടുന്നതുമാണ്. എന്നാൽ റേപ്പും ഒരു നിലക്കുള്ള ലൈംഗിക വൃത്തി തന്നെയാണ്. അതിൽ പങ്കാളിയായി എന്ന അവസ്ഥയിലുള്ള റേപ്പ് വിക്ടിം അവരെ മർദ്ദിതയായിട്ടാണ്, അക്രമത്തിന് ഇരയായ വ്യക്തി എന്നുള്ള നിലക്കാണ് ഇസ്ലാം കാണുന്നത്. അതിന്റെ പേരിൽ അവർക്കല്ല ശിക്ഷ, അവരെ റേപ്പ് ചെയ്ത ആളെ തെളിവുകൾ വെച്ചുകൊണ്ട് കണ്ടെത്തി ബോധ്യപ്പെടുത്തി വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പിലാക്കുക എന്നത്, അതും വളരെ കഠിനമായ ശിക്ഷ, എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് തന്നെ ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി. ഇത് റേപ്പിന്റെ കാര്യമാണ്, വ്യഭിചാരവൃത്തിയുടെ കാര്യമല്ല. വ്യഭിചാരവൃത്തി എന്ന് പറഞ്ഞാൽ പരസ്പരം അറിഞ്ഞുകൊണ്ട് സമ്മതത്തോടു കൂടി ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്ന നമ്മുടെ നാട്ടിലെ കൺസെൻഷ്വൽ സെക്സ് എന്ന് പറയുന്ന സംഗതിയാണ്. കൺസെൻഷ്വൽ സെക്സ് കുറ്റകരമല്ല എന്നാണ് നമ്മുടെ നാട്ടിലെ നിലപാട്. ഭരണഘടനയോ നിയമങ്ങളോ ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. കൺസെൻഷ്വൽ സെക്സ് തെറ്റല്ല എന്ന നിലക്ക്. എന്നാൽ ഇസ്ലാമിൽ കൺസെൻഷ്വൽ സെക്സ് എന്ന് പറഞ്ഞ ഒരു സംഗതി വിവാഹിതരല്ലാത്ത ആളുകൾക്കിടയിൽ ഒരു കാരണവശാലും അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അത് കുറ്റകരമാണ്. ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും ഒരുപോലെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വിഷയവുമാണ്. അപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം, 4 ദൃക്സാക്ഷികളില്ലാത്ത കുറ്റങ്ങളല്ലേ എന്നത് തീർച്ചയായിട്ടും കുറ്റങ്ങൾ തന്നെയാണ്. സാഹചര്യ തെളിവുകൾ വെച്ച് പരിഗണിക്കാതിരിക്കുന്നത് അള്ളാഹു ഏതോ കൂട്ടരോട് പക്ഷപാതിത്വം കാണിച്ചുകൊണ്ട്, പക്ഷം പിടിച്ചുകൊണ്ട് ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. ഇങ്ങനെ ആരോപിക്കുന്ന വിധത്തിലുള്ള ഒരു മനോഘടനയിലാണ് അള്ളാഹു എന്ന വാക്ക് ഇയാൾ ഉച്ചരിക്കുന്നതെങ്കിൽ പോലും അത് തീർത്തും
അസ്ഥാനത്തായുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു അസംഷനാണ്. ആദ്യം അള്ളാഹു ആരാണ്, അള്ളാഹു എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ചർച്ച മുന്നോട്ട് പോവേണ്ടതുള്ളൂ. കാരണം അള്ളാഹുവിന്റെ ഒരു മറ്റൊരു പേര് തന്നെ റബ്ബ് എന്നാണ്. തന്റെ സൃഷ്ടിജാലങ്ങളോടൊക്കെയും ഗുണകാംക്ഷയോടുകൂടി അവരോടൊക്കെയും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി അവരുടെ സംരക്ഷണം നിർവഹിക്കുന്നവൻ കൂടിയാണ് അള്ളാഹു. അക്കാര്യം ബോധ്യപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പോലും നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെയോ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരെ പോലെയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിന്നുകൊണ്ട് അവസരത്തിനനുസരിച്ച് തുള്ളുന്നവരാണെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ ഒരു സംഗതിയെ കുറിച്ചല്ല നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത് തന്നെ. അള്ളാഹു എന്നത് പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ നാഥനാണ്, കാരുണ്യവാനാണ്, എല്ലാവരോടും അങ്ങേയറ്റത്ത ആത്മാർത്ഥതയോടുകൂടി അവർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നവനാണ്, നീതിമാനാണ്. അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു റബ്ബ് ഉണ്ട് എന്നത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെ കുറിച്ചൊക്കെയുള്ള സംസാരം തന്നെ പ്രസക്തമാവുന്നുള്ളൂ എന്നതിനാൽ ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലേക്ക് വരൂ. ഈ പ്രപഞ്ചത്തിന് നീതിമാനും സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും സംരക്ഷണം നൽകുന്നവനും ഒക്കെയായിട്ടുള്ള ഒരു കാരുണ്യവാനായ ഒരു ദൈവമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരൂ. അതിനു വേണ്ട സകല തെളിവുകളും ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം. അക്കാര്യത്തിൽ നിങ്ങൾ തീരുമാനത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പ്രസക്തമാവുന്നുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യം അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, എല്ലാം അറിയുന്ന അള്ളാഹു എന്തിനാണ് ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിക്കുന്നത്? സത്യം എന്ത് എന്ന് അള്ളാഹു അറിയേണ്ടതല്ലേ? ഇവിടെ ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ഇറ്റേണൽ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അള്ളാഹു അവ്യക്തമായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, എങ്ങും തൊടാത്ത നിലക്കാണ്. സത്യം എന്ത് എന്ന് അള്ളാഹു അറിയേണ്ടതല്ലേ? സത്യം എന്ത് എന്നത് അള്ളാഹു വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യാതൊരു അവ്യക്തതയും വളച്ചുകെട്ടും അതുപോലെ എങ്ങും തൊടാതെ പറയുന്ന രീതിയൊന്നുമില്ല. ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്ന 11ാമത്തെ ആയത്തിന്റെ തുടക്കം തന്നെ ഒന്ന് വായിച്ചു നോക്കൂ. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, വ്യാജാരോപണവുമായിട്ട് വന്നവർ, അത് വ്യഭിചാര ആരോപണവുമായിട്ട് വന്നവർ എന്നല്ല അതിന്റെ അർത്ഥം, കള്ളമായ ആരോപണവുമായിട്ട് വന്നവർ എന്നാണ്. ഇനി അവിടെ എന്ത് വ്യക്തതയാണ് ആവശ്യമുള്ളത്? അതിലെങ്ങും തൊടാത്ത എന്ത് വിഷയമാണുള്ളത്? വളരെ വ്യക്തമാണല്ലോ നിലപാട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം വ്യാജമാണ് എന്നതാണ് ഈ ആദ്യത്തെ എക്സ്പ്രഷന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ്. അതിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രസ്താവന അതാണ്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്ക്, വ്യാജമായ ആരോപണവുമായിട്ട് വന്ന കൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. അവര് നിങ്ങളിൽ തന്നെ പെട്ട ഒരു സംഘമാണ്, അത് നിങ്ങൾക്ക് ദ്രോഹകരമായി നിങ്ങൾ കരുതണ്ട, അത് നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ വ്യാജ ആരോപണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ വ്യക്തതയുള്ളതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്ങും തൊടാത്ത വിധത്തിലല്ല, കൃത്യമായിട്ട് സത്യത്തിന്റെയും നീതിയുടെയും ഇരയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇക്കാര്യം പറയുന്നത്. അതുകൊണ്ട് എങ്ങും തൊടാത്ത ഒരു ശൈലി ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.